വിശുദ്ധ ബൈബിളിൽ യുവാക്കന്മാർക്ക് യുവതലമുറയ്ക്ക് വേണ്ടി ധാരാളം വചനമുണ്ട്. സഭാപ്രസംഗി 11:9-10 വചനങ്ങൾ. യുവാവേ, യുവത്വത്തിൽ നീ സന്തോഷിക്കുക, ക്രിസ്തുവിൽ സന്തോഷിക്കണം. യൗവനത്തിൻ്റെ നാളുകളിൽ നിൻ്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. നമ്മൾ സന്തോഷിക്കുന്നത് ക്രിസ്തുവിലായിരിക്കണം. ഹൃദയത്തിൻ്റെ പ്രേരണകളെയും കണ്ണിൻ്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക. എന്നാൽ ഓർമ്മിച്ചുകൊള്ളുക, ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായിട്ട് വിളിക്കും. നീ ചെയ്യുന്ന ഓരോ പാപപ്രവൃത്തികൾക്കും ന്യായവിധിക്കായിട്ട് നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അത് വരും. മനസ്സിൽ നിന്ന് ആകുലത അകറ്റുക, ശരീരത്തിൽ നിന്ന് വേദന ദൂരീകരിക്കുക. യുവത്വവും ജീവിതത്തിൻ്റെ പ്രഭാതവും വിധിയാണ്. യുവത്വത്തിൻ്റെ നാളുകൾ കടന്നു പോകും. മധ്യപ്രായത്തിലേക്കും പിന്നെ സായാഹ്നത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും ഒക്കെ മനുഷ്യൻ കടന്നു പോവുകയാണ്. അപ്പോൾ യുവത്വത്തിൻ്റെ നാളുകളിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. യുവത്വത്തിൻ്റെ നാളുകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കണം. പരിശുദ്ധ കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച കാർലോ അക്വിറ്റീസ്, ഒരു ചെറുപ്പക്കാരൻ, 15 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സഭ ഇൻ്റർനെറ്റിൻ്റെ സോഷ്യൽ മീഡിയയുടെയൊക്കെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചു. 1991 മെയ് 3 ജനിച്ച കാർലോ അക്വിറ്റീസ്. ജനനം UK-യിലായിരുന്നത്, മാതാപിതാക്കൾ എവിടെയായിരുന്നു. അതിനുശേഷം മാതാപിതാക്കൾ മകനോടൊപ്പം ഇറ്റലിയിൽ വന്നു. 7 വയസ്സുള്ളപ്പോൾ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞു. വളരെ ചെറുപ്രായം മുതൽ തന്നെ വലിയ ദിവ്യകാരുണ്യ ഭക്തനായിരുന്നു. അതുമാത്രമല്ല, പരിശുദ്ധ അമ്മയോടുള്ള വലിയ മാതൃഭക്തിയും കാർലോയിൽ നിറഞ്ഞു നിന്നിരുന്നു. സഭയെ ഒത്തിരി സ്നേഹിച്ചു. യുവാക്കന്മാർ സഭയെ സ്നേഹിക്കണം, സഭാ മേലധ്യക്ഷന്മാരെ ബഹുമാനിക്കണം, വൈദികരെ ബഹുമാനിക്കണം, സന്യസ്തരെ ബഹുമാനിക്കണം. ദൈവരാജ്യത്തിനു വേണ്ടി നിങ്ങൾ ഇറങ്ങണം. ലോകമെമ്പാടും മയക്കുമരുന്നിലും മദ്യത്തിലും ജഡിക പാപങ്ങളിലും മുഴുകി ജീവിക്കുന്ന ജനകോടികളെ രക്ഷിക്കാനായിട്ട് യുവാക്കന്മാരെ, യുവതികളെ നിങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങേണ്ടിയിരിക്കുന്നു. ഈ ഒരു ചെറുപ്പക്കാരൻ ദൈവത്തിന് വേണ്ടി ജീവിതത്തെ കൊടുക്കുകയാണ്. ഈശോയുടെ സ്നേഹം കൊണ്ട് ഹൃദയം ജ്വലിച്ചു. ദിവ്യകാരുണ്യത്തിലുള്ള ഭക്തി കൊണ്ട് ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു. ദിവ്യകാരുണ്യത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും, ലോകത്തിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെല്ലാം ശേഖരിച്ച് അനേക രാജ്യങ്ങളിൽ അദ്ദേഹം കാണിക്കുവാൻ ഉള്ള വഴികൾ തുറന്നു, വെബ്സൈറ്റുകൾ ക്രമീകരിച്ചു. അങ്ങനെ ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ ഒരു പ്രചാരകനായിട്ട് മാറുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ഒക്കെ ഒത്തിരി സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ വിശുദ്ധനായിരുന്നു കാർലോ അക്വിറ്റീസ്. ഈ ചെറുപ്പക്കാരൻ്റെ ക്യാൻസർ ബാധിച്ചു. ക്യാൻസർ രോഗിയായി കഴിയുമ്പോൾ, അതിൻ്റെ കഠിനമായ വേദനയോടെ കടന്നു പോകുമ്പോൾ കാർലോ ഇപ്രകാരമാണ് പറഞ്ഞത്: ഞാൻ അനുഭവിക്കുന്ന ഈ വേദനകളും സഹനങ്ങളും സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു, മാർപ്പാപ്പായുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു. 15 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അസാധാരണമായ ജ്ഞാനത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയുമായിരുന്നു. സങ്കീർത്തനം 119:9 യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് തന്നെ. നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ സ്വന്തമാക്കണം. യുവതലമുറ ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കണം, പഠിക്കണം. ദൈവത്തിൻ്റെ വചനത്തിലാണ് എല്ലാ സത്യങ്ങളും അടങ്ങിയിരിക്കുന്നത്. 15-ാമത്തെ വയസ്സിൽ കാർലോ അക്വിറ്റീസ് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ക്യാൻസർ രോഗത്തിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ട് ശാന്തമായ ഒരു മരണം. ഈ 15 വർഷം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ദിവ്യകാരുണ്യത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് ആ കൊച്ചു വിശുദ്ധന് സാധിച്ചു. യുവതലമുറയ്ക്ക് മുൻപിൽ ജീൻസിട്ട് അല്ലെങ്കിൽ ബനിയനിട്ട് തൊപ്പി വെച്ച് ക്രിക്കറ്റ് ബാറ്റ് കൈപിടിച്ച് അങ്ങനെ വിശുദ്ധനായ ഒരു കൊച്ചുബാലൻ. അപ്പോൾ ഇവിടെ
ആർക്കും വിശുദ്ധരാകാനുള്ള സാധ്യത ദൈവം മുന്നിൽ തുറന്നു വെച്ചിരിക്കുക. ആത്യന്തികമായിട്ട് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിളിമത വിശുദ്ധനാകുവാൻ, വിശുദ്ധയാകുവാൻ വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ക്യാൻസർ രോഗത്തിൻ്റെ പീഡകളിലൂടെ കടന്നു പോകുമ്പോൾ ആ മകനെ ശക്തിപ്പെടുത്താനായിട്ട് മാതാപിതാക്കന്മാർ കൂടെയുണ്ടായിരുന്നു. ആ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയും വിശുദ്ധ ജീവിതവുമാണ് കാർലോ എന്ന കൊച്ചുബാലൻ വിശുദ്ധനായിത്തീരാൻ കാരണമായി തീരുന്നത്. ഓരോ കുടുംബത്തിലും മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയും ജീവിത സാക്ഷ്യവുമാണ് കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്. ഓരോ കുട്ടികളുടെയും ആദ്യത്തെ പഠനക്കളരി എന്ന് പറയുന്നത് സ്വന്തം കുടുംബം തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ, ദിവ്യകാരുണ്യ ഭക്തിയിലേക്ക് നയിക്കുവാൻ, പരിശുദ്ധ മറിയത്തോടുള്ള ജപമാല ഭക്തിയിലേക്ക് നയിക്കുവാനൊക്കെ മാതാപിതാക്കന്മാർക്ക് കഴിയണം. യുവതലമുറയെ നിർമ്മലമായി അവരുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ലൈംഗികതയും അവർ കാത്തു സൂക്ഷിക്കണം. കാർലോ അക്വിറ്റസിനെ ഇന്ന് സഭ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തെയും വിശുദ്ധയുടെ പട്ടികയിലേക്ക് സഭ ഉയർത്തി. നമ്മൾ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് എത്രമാത്രം വിശുദ്ധിയിൽ ജീവിക്കാമോ അത്രമാത്രം വിശുദ്ധിയിൽ ജീവിക്കുക. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങൾക്കെഴുതുന്നു, അവൻ്റെ നാമത്തെ പ്രതി നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം എല്ലാവരും വിളിക്കുകയാണ്, കുഞ്ഞുമക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പിതാക്കന്മാരെ, ഞാൻ നിങ്ങൾക്കെഴുതുന്നു, ആദി മുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു. പിതാക്കന്മാരെ, നിങ്ങൾ ദൈവത്തെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും അറിയണം. യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്കെഴുതുന്നു, ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. ഞങ്ങൾ ശക്തന്മാരാണ്, ശക്തനായവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. യുവാക്കന്മാരെ, സാത്താനെയും ലോകത്തെയും ജഡമോഹങ്ങളെയും ആസക്തികളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് വിശുദ്ധിയുടെ പടകുകൾ ചവിട്ടിക്കയറുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്കെഴുതുന്നു, പിതാവിനെ നിങ്ങൾ അറിയുന്നു. പിതാക്കന്മാരെ, ഞാൻ നിങ്ങൾക്കെഴുതുന്നു, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിയുന്നു. യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്കെഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്. യുവാക്കന്മാർ ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങണം. ലോകത്തെ തലകീഴായിട്ട് മറിക്കാനുള്ള അഭിഷേകം യുവാക്കന്മാരിലേക്ക് പകരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ വചനം നിങ്ങളിലുണ്ട്. നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. യുവാക്കന്മാർക്ക്, യുവതികൾക്ക്, കൗമാരക്കാർക്ക്, യുവതലമുറയ്ക്കുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ഇന്ന് യുവജനങ്ങളാണ് ലോകവസ്തുക്കളുടെ അടിമത്തത്തിലായിരിക്കുന്നത്. തിരിച്ച് നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈല്, അതിലൂടെ ലോകത്തിലുള്ള എല്ലാ വാർത്തയും കിട്ടും. അനേകർ മൊബൈലിലൂടെ നശിക്കുന്നുണ്ട്. മൊബൈൽ കയ്യിലിരിക്കുന്ന ഒരു നരകത്തിലേക്കുള്ള ഒരു വഴി തുറക്കുന്നൊരു യന്ത്രമാണെന്ന് തന്നെ പറയാം. അത്രമാത്രം തിന്മ അതിലൂടെ കണ്ണ് കാണുകയും യുവജനങ്ങൾ നശിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകത്തെയോ ലോകവസ്തുക്കളെ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കത്തില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇത് യുവതലമുറ യൗവനത്തിൻ്റെ ആ ഒരു കാലഘട്ടം, കൗമാരത്തിൻ്റെ തുടക്കം മുതൽ യൗവനത്തിൻ്റെ ആ കാലഘട്ടത്തിൽ കണ്ണുകളുടെ ആസക്തി, ജഡികാസക്തി, കാമാസക്തി, ജീവിതത്തിൻ്റെ അഹങ്കാരം, ഇതെല്ലാം യുവജനങ്ങളെ കീഴ്പ്പെടുത്തുകയാണ്. അതിൽ നിന്ന് നമ്മൾ പുറത്തു വേണം. ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഗതം പ്രവർത്തിക്കുന്നതിനാവട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. അവിടെ യുവതിവാക്കന്മാർ അവർ മാത്രമല്ല, എല്ലാവരും ഓർത്തിരിക്കണം, ലോകവും ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളും കടന്നു പോകുന്നു. ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളും കടന്നു പോകും. നമ്മളും ഒരു ദിവസം ഇവിടെ നിന്ന് കടന്നു പോകും. നിത്യതയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്തിൻ്റെയും
പാപത്തിൻ്റെയും ആസക്തിയുടെയും അടിമത്തത്തിൽ മുഴുകി നിങ്ങളുടെ ആത്മാവിനെ നാശത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും സൂക്ഷിക്കണം. കാർലോ അക്വിറ്റസ് എന്ന ഒരു കൊച്ചു ബാലനെ, ആ കൗമാരക്കാരനെ, 15 വയസ്സുകാരനെ ദൈവം നമ്മുടെ മുമ്പിൽ സാക്ഷിയായിട്ട് നൽകിയിരിക്കുക. അതുകൊണ്ട് ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ യുവാവിനും, ഓരോ യുവതിക്കും, ഓരോ കൗമാരക്കാരനും വിശുദ്ധരായിട്ട് മാറാനുള്ള വലിയ ഒരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ എത്രമാത്രം യേശുവിനെ സ്നേഹിക്കാൻ പറ്റുമോ അത്രമാത്രം യേശുവിനെ സ്നേഹിക്കണം. എത്രമാത്രം യേശുവിന് വേണ്ടി ജീവിക്കാൻ പറ്റുമോ അത്രമാത്രം യേശുവിനായിട്ട് നമ്മൾ ജീവിക്കണം. യേശു നമ്മുടെ ഒരു ലഹരിയായിട്ട് മാറണം. മദ്യമോ മയക്കുമരുന്നോ ലോകവസ്തുക്കളോ ലൈംഗികതയോ അല്ല ലഹരി. അതിൻ്റെ അപ്പുറം ക്രിസ്തു എന്ന വ്യക്തി എനിക്കൊരു ലഹരിയായിട്ട് മാറണം, ഒരു ആത്മീയ ലഹരിയായിട്ട് മാറണം. ഈ ആത്മീയ ലഹരിയിൽ മാത്രമേ എനിക്ക് ലോകത്തെയും ലോകത്തിൻ്റെ മോഹങ്ങളെയും സാത്താനെയും ജഡത്തെയൊക്കെ കീഴ്പ്പെടുത്തി ജീവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ക്രിസ്തു എന്ന വ്യക്തി എൻ്റെ ജീവിത ലഹരിയായിട്ട് മാറണം. ഈ ഒരു ജീവിതം ക്രിസ്തുവിനായിട്ട് കൊടുക്കുവാൻ ഓരോ ക്രൈസ്തവ യുവാവും തീരുമാനമെടുക്കണം. ഓരോ ക്രൈസ്തവ യുവതിയും തീരുമാനമെടുക്കണം ക്രിസ്തുവിനോട് ജീവിക്കുവാൻ. ഹല്ലേലൂയ. പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. നമ്മുടെ യുവതിവാക്കന്മാർ സഭ ഉപേക്ഷിച്ച് പോകുന്നവർ, മറ്റു മതങ്ങളിലേക്ക് പോകുന്നവർ, ഇതിനെങ്ങനെ പറ്റും? ഈശോ ഉപേക്ഷിച്ച്, ദിവ്യകാരനെ ഉപേക്ഷിച്ച്, സഭയെ ഉപേക്ഷിച്ച്, പരിശുദ്ധ മറിയത്തെ ഉപേക്ഷിച്ച്, വിശുദ്ധ കുർബാനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് പോകുവാനായിട്ട് സാധിക്കും? നമ്മുടെ വിശ്വാസത്തെ നമ്മൾ മുറുകെ പിടിക്കണം. നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നമ്മൾ തിരിച്ചറിയണം. യുവതിയുവാക്കന്മാരെ, നിങ്ങൾ ശക്തന്മാരാണ്. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളണം. ക്രിസ്തു നിങ്ങൾക്ക് ഒരു ലഹരിയായിട്ട് മാറട്ടെ. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിനെ അയക്കണമേ. അവസാന നാളുകളിൽ സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനമുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. കർത്താവേ, സകല ജനത്തിൻ്റെ മേലും ആത്മാവിനെ വർഷിക്കണമേ. യുവതലമുറയുടെ മേൽ ഒരു പുത്തൻ അഭിഷേകം നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.